ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ വനം വകുപ്പ് അടിയന്തര നീക്കത്തിലേക്ക്. ചിന്നക്കനാലിൽ ഇനി അവശേഷിക്കുന്ന 17 കാട്ടാനകളെയും കാടുമാറ്റുവാൻ വനം വകുപ്പ് ആലോചിക്കുന്നു. ഇടുക്കിയിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവികളെയും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ നിർണായക നിർദ്ദേശം ഉയർന്നു വന്നത്. ചിന്നക്കനാലിൽ മുമ്പ് 40-ലധികം ആനകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 17 ആനകളാണ് അവശേഷിക്കുന്നത്. ഇവയെ അപ്പാടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്കോ പെരിയാർ ടൈഗർ റിസർവിലേക്കോ മാറ്റാനാണ് ആലോചന നടക്കുന്നത്. എന്നാൽ ഈ ദൗത്യം വൻ സാമ്പത്തിക ബാധ്യതയും കടുത്ത വെല്ലുവിളികളും നിറഞ്ഞതാണ്. പദ്ധതിയുടെ പ്രായോഗികതയെക്കുറിച്ചും സാങ്കേതിക ബാധ്യതകളെക്കുറിച്ചും നിലവിൽ വനം വകുപ്പ് ഗൗരവമായ പഠനങ്ങൾ നടത്തിവരികയാണ്. CCF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ടുവച്ച ഈ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ വന്യജീവി വിദഗ്ധരുമായി ആലോചിച്ച ശേഷം സർക്കാർ അന്തിമ നടപടികളിലേക്ക് കടക്കുമെന്ന് ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു. അതായത് ഈ 17 ആനകളെയും ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. അരിക്കൊമ്പനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ ചെലവും വലിയ ഭാരിച്ച മനുഷ്യപ്രയത്നവും യന്ത്രപ്രയത്നവും ഒക്കെ ആവശ്യമായിട്ട് വന്നതാണ്. ഇപ്പോൾ ചിന്നക്കനാലിനെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്ന ഈ 17 ആനകളെ ഒന്നുകിൽ പറമ്പിക്കുളം, അതല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവ്, അങ്ങനെയുള്ള ഭാഗത്തേക്ക് ഇതിനെ അപ്പാടെ ഇവിടെ നിന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ 17 ആനകളാണ് ഇനി അവിടെ അവശേഷിക്കുന്നത്. ഇത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും റിസർവ് വനങ്ങളിലേക്ക് ഇതിനെ സമ്പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു നടപടി. അത് കുറച്ച് ചിലവേറിയ ഒരു കാര്യമാണ്. ഒരെണ്ണത്തിനെ മാറ്റുന്നതിന് 50 ലക്ഷം രൂപയാണ് എങ്കിൽ 17 എണ്ണത്തിനെ മാറ്റണമെങ്കിൽ ഏതാണ്ട് ഒരു 5-8 കോടി രൂപ ചിലവ് വരുന്ന ഒന്നാണ്. പക്ഷേ ഇനി ഒരിക്കലും കാട്ടാനകളുടെ ആക്രമണം ഈ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഈ ഇപ്പോൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഇനി അവശേഷിക്കുന്ന ആന സംഘത്തെ അവിടുന്ന് മാറ്റാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായ രീതിയിലുള്ള പഠനങ്ങളും നടക്കുന്നു. ആ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഗവൺമെൻറ് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ് എന്നാണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. ഈ ചരിത്രപരമായ ദൗത്യം നടപ്പിലാക്കിയാൽ ശാന്തൻപാറ ചിന്നക്കനാൽ മേഖലകളിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ കണ്ണീരിനാണ് അറുതിയാവുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.